യാതൊരു രക്ഷയില്ല. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വീണ്ടും കൂട്ടിയിരിക്കുന്നു. പെട്രോളിന് ലിറ്ററിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഈ പൊരിഞ്ഞടിയുടെ ഇടയ്ക്ക് തന്നെ അങ്ങേർക്ക് എങ്ങനെ മനസ്സ് വന്നതാവേ? ഇരുട്ടടിയായി ഈ വില വർധന വീണ്ടും. ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദായത്. ഒരാഴ്ചക്കിടയിൽ രണ്ടാമത്തെ വർധനവാണ് ഇന്ധനവിലയിൽ ഉണ്ടാകുന്നത്. മനുഷ്യനെ ഒരുമാതിരി വടിയാക്കരുത്. ഒരു ഇടിവിട്ട് കൊണ്ടുപോയി. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? 2.5 ലക്ഷം പെൻഷനുള്ള എന്റെ മുതലേ നിന്നെ ഞാൻ നമിച്ചിരിക്കുന്നു. ഉണ്ടല്ലോ, പിന്നെ എണീറ്റ് നടക്കണോ നീ? സാധാരണക്കാരെ ബാധിക്കില്ലേ? സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. ഇതാണോ സംസ്കാരം? 916 വേട്ടാവളി എന്നല്ലാതെ വേറൊന്നും എന്റെ വായിൽ വരുന്നില്ല. അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ കാണുന്നു. അപ്പൊ ഈ പെട്രോളിന്റെ പോകാൻ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. ഈ നാട്ടുകാരുടെ ടാക്സ് പൈസ ഈ താൻ പറയുന്ന പാവപ്പെട്ടവരുടെ ടാക്സ് പൈസ എന്നാണ് തനിക്ക് പെൻഷൻ കിട്ടുന്നത്. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. പക്ഷെ വേറെ കാര്യമില്ലേ, പെട്രോളിന്റെ വില കൂടി എന്ന് പറഞ്ഞാൽ അത് സാധാരണ വില കൂടിയില്ലേ? It's not going to affect anything. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇയാൾ ഏത് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇരുന്ന സമയത്ത് ഇയാളുടെ തീരുമാനങ്ങളൊക്കെ സാധാരണക്കാർ ഒരുമാതിരി തേമ്പി വിടുന്ന ഐറ്റം ചാൻസ് ഉണ്ട്. എവിടെ ജോലി ചെയ്താലും ആ നാട്ടുകാരുടെ മുഴുവൻ പ്രാക്ക് കേട്ട് അയാൾ അടങ്ങും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സൈക്കിള് ചവിട്ടിയും നടന്നും ഒക്കെ പോയി ഉണ്ടാക്കുന്നതാണ് ഞണ്ണുന്നത്. ഇതൊരു തരം രോഗ തലയ്ക്ക് തളമയ്ക്കേണ്ടി വരുന്നാ തോന്നണേ. സാധാരണ വില കൂട്ടി. ഇല്ല എല്ലാം കൂടാതിരിക്കാൻ നോക്കില്ല. നിങ്ങൾ മനുഷ്യനോ മൃഗം? ഒന്നില്ലെങ്കിൽ ഇയാൾ ഒരു പ്രോ സംഗി. അതിനൊരു തടയിടേണ്ട ആവശ്യം. ഐ സപ്പോർട്ട് ദാറ്റ്. ചൊറിക്കോണ ഇതാണ്. എങ്ങനെ സഹിക്കണോ ഇയാളുടെ ഒപ്പമുള്ള ആൾക്കാർ?